ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സിലോപ്പി നല്ല അടുന്ന് പറയുന്ന നല്ല അടിപൊളി ഗോതമ്പ് പുട്ടാണ്. പൊറോട്ടയും ബീഫും ആണ് തോന്നുന്നു. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഗോതമ്പ് പുട്ടാണ്. ഗോതമ്പ് പുട്ടും ചെറുപയറുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ചെറുപയർ കറിയും കൂടി ഉണ്ട്. പയറുതാ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് കലക്കണം. കഞ്ഞി തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഞാൻ സിലോപ്പിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സിലോപ്പി നല്ല അടിപൊളി സിലോപ്പിയാണ്, ഫ്രഷ് സിലോപ്പി. അപ്പം അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടച്ചു വെച്ച് വേവിക്കാം, കഷ്ണം വെന്തത്തില്ല. അപ്പം ഞാൻ ഇന്നലെ വെട്ടിയ കുറച്ച് ബ്രാലുണ്ടായിരുന്നു, അത് ഇന്നിപ്പോൾ പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇന്നലത്തെ കൂട്ടാൻ ഇരിപ്പുണ്ട് കേട്ടോ, കറി വെച്ചത് ഇരിപ്പുണ്ട്. അപ്പം ചെയ്യാൻകൂട്ടൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ അവൻ തന്നെത്താനെ 2-3 കുറച്ചെടുത്ത് താഴ്ത്തിട്ടിട്ടിരുന്ന് കഴിക്കും. അതാണ് അവന് ഇഷ്ടം അല്ലേ? ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം, പാത്രത്തിൽ നിന്ന് കഴിക്കുന്ന ഇഷ്ടം അല്ലല്ലേ ദിയാൻകുട്ട? കഴിച്ചോ. അപ്പോൾ സിലോപ്പി കറിയും കൂട്ടി ഇതാ അജു ചോറ് കഴിക്കുന്നത്. ചോറ് എന്താ സെറിപ്പ്. കറി എങ്ങനെയുണ്ട്? തലയാട്ട് തല ടേസ്റ്റ് കാരണം തലയാട്ടുന്ന കഴിച്ചോണ്ടിരിക്കുക, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഷിയാങ്കോട്ടന് കറി കൊടുത്തില്ല. ഷിയാങ്കോട്ടൻ കറി കൂട്ടാതെ കഴിക്കുന്നത്, പച്ചച്ചോറ് കഴിക്കുന്നു ഷിയാങ്കുട്ടൻ. ഞങ്ങളെല്ലാം ഇപ്പോഴേ സ്വയം പര്യാപ്തത നേടുകയാണ്. ചേച്ചിയെ പോലല്ല, തന്നെയൊക്കെ കഴിച്ചോളൂ. ഓരോരോ ചോറ് എടുത്തെടുത്തേ കഴിക്കുള്ളൂ എന്ന് മാത്രം. ഇടയ്ക്ക് 2 തട്ട് കൊടുത്ത് ഭയങ്കര സൂക്ഷ്മതയിലാണല്ലോ. അയ്യടാ. കഴിച്ചോ. എന്താ പറയുന്നേ? ഈ പാലൊക്കെ കൊട്ടിക്കൊള്ളണ എന്തിനാ? കുച്ചാനല്ലേ? എന്താ ദേഷ്യം വന്നവന്? എന്ത് എന്നെ തല്ലല്ലോ. പപ്പടം കുത്തി വെച്ച് അമ്മയെ തല്ലരുതേ. പറ, സംസാരിക്കേ. നിന്റെ സംസാരം എല്ലാരും കേൾപ്പിക്കട്ടാ. സംസാരിച്ചേ. അമ്മ എന്തിയേ? അമ്മ, അച്ഛാ എവിടെ? പറ. അവൻ ബിസിയാ, ഇപ്പം സൗകര്യമില്ലെന്ന്. വെട്ടവില്ല. ഹായ്, എവിടെ വന്നതാ? അച്ഛാ, ഞാൻ അച്ഛനല്ലടാ, നിന്റെ അമ്മയാ മൂടി പൊതിച്ചിരിക്കുന്നേ. അച്ഛോ അമ്മ രണ്ടിനെ വിളിക്കുന്നുണ്ട്. ദിയക്കുട്ടി ഐസ്ക്രീം നോക്കുകയാണ്. ഞങ്ങളൊന്ന് പൊറോട്ട വാങ്ങിക്കാൻ വന്നു. പൊറോട്ട വെറുതെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ച് അടുത്തുള്ള കടയിൽ ഒന്ന് പൊറോട്ടയും വാങ്ങിച്ച് വീട്ടിൽ തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കാണ്. എന്താ നല്ല പോസ്. മുട്ടായികളൊക്കെ ഉണ്ട്. മുട്ടായി അല്ലല്ലോ, ബിസ്ക്കറ്റുകളാണല്ലോ. ഐസ്ക്രീം. അകത്തിരുന്ന് കഴിക്കാൻ നമ്മൾ വാങ്ങിച്ചോണ്ട് പോകാമെന്ന് വിചാരിച്ചു. കിട്ടി ചൂട് പൊറോട്ടയും ബീഫും ആണ് തോന്നുന്നു. പേ ചെയ്തിട്ട്
ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങും. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ. ഐസ്ക്രീം കഴിക്കേണ്ട മുന്നേ ഐസ്ക്രീം കഴിച്ചാൽ ശരിയാകത്തില്ല. നിനക്ക് ഇപ്പോൾ പനിയൊക്കെ ഉള്ളതാ. ഐസ്ക്രീം ഇപ്പോൾ വേണ്ട കേട്ടാ. നിന്നെ കാണുന്നില്ലല്ലോ. പോവാം. തിന്ന് തീർത്ത കഴിച്ച് പകുതി ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. സ്റ്റീൽ ബോഡി മസിൽ. എടാ ഇങ്ങോട്ട് വാ. കിളിയെ നമ്മൾ രാത്രിയാകുമ്പോൾ അകത്തെടുത്ത് വെക്കും. ഇവിടെ പൂച്ചയുടെ ശല്യം ഉള്ളതുകൊണ്ട് പാടാണ്. ഇങ്ങോട്ട് പോര്, കിളിയെ പിടിക്കണ്ട. ഇങ്ങോട്ട് വാ ദിയാൻകുട്ടാ. ഹലോ, എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എന്ത്? എനിക്ക് വേണ്ട നിന്റെ പൊറോട്ട. അങ്ങനെ നൈറ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. ഉറങ്ങാൻ പോവാണ്. ദിയാൻകുട്ട പാല് കുടിച്ചോണ്ടിരിക്കുകയാണ്. പാല് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങും അല്ലേ ദിയാൻകുട്ട? പാല് വെച്ച് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങും. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ.